ഇന്ത്യയുടെ വരാനിരിക്കുന്ന തേജസ് മാർക്ക് ടൂവിനായി ഒരു വമ്പൻ പദ്ധതിയാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. അതായത് തേജസ് MK2 പ്രോഗ്രാമിനായി എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ബാഹ്യ ഇന്ധന ഡ്രോപ്പ് ടാങ്കുകളുടെ വികസന പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ടെൻഡർ സ്പെസിഫിക്കേഷനുകൾ അനുസരിച്ച് ADE 2 വ്യത്യസ്ത മോഡലുകൾ വികസിപ്പിക്കാനാണ് പദ്ധതിയിടുന്നത്. അതായത് 1700 ലിറ്റർ ഡ്രോപ്പ് ടാങ്കും 1300 ലിറ്റർ ഡ്രോപ്പ് ടാങ്കും വികസിപ്പിക്കാനാണ് ADEയുടെ പദ്ധതി. തുടക്കത്തിൽ ഓരോ ഡ്രോപ്പ് ടാങ്കിന്റെയും 2 യൂണിറ്റുകൾ പരീക്ഷണ ആവശ്യങ്ങൾക്കായി ഉൽപ്പാദിപ്പിക്കും. അന്തിമ ഘട്ടത്തിൽ 1700 ലിറ്റർ ഡ്രോപ്പ് ടാങ്കിന്റെ 6 യൂണിറ്റുകളും 1300 ലിറ്റർ ഡ്രോപ്പ് ടാങ്കിന്റെ 3 യൂണിറ്റുകളും ഉൾപ്പെടുത്തും. ഈ ബാഹ്യ ഇന്ധന ടാങ്കുകൾ നിലവിൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന തേജസ് മാർക്ക് 2 പ്രോട്ടോടൈപ്പുകളുമായി സംയോജിപ്പിക്കും. തേജസ് ഫൈറ്റർ ജെറ്റിന്റെ വലുതും നൂതനവുമായ വേരിയന്റായ തേജസ് മാർക്ക് 2 പരമാവധി 7400 കിലോഗ്രാം ആന്തരിക ഇന്ധന ഭാരം വഹിക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. 1700 ലിറ്ററും 1300 ലിറ്റർ ഡ്രോപ്പ് ടാങ്കുകളുടെ വികസനം എന്ന് പറയുന്നത് മുൻ രൂപകൽപ്പനയുടെ ഒരു സ്വാഭാവിക വിപുലീകരണമാണ്. തേജസ് മാർക്ക് 1A ഇതിനകം തന്നെ 725 ലിറ്റർ, 800 ലിറ്റർ, 1200 ലിറ്റർ എന്നിങ്ങനെയുള്ള ബാഹ്യ ഇന്ധന ടാങ്കുകളുമായി പൊരുത്തപ്പെടുന്നുണ്ട്. ഈ ബാഹ്യ ഇന്ധന ടാങ്കുകളുടെ കൂട്ടിച്ചേർക്കൽ തേജസ് മാർക്ക് 2യുടെ റേഞ്ചും സഹിഷ്ണുതയും ഗണ്യമായി തന്നെ വർദ്ധിപ്പിക്കും. ഇത് കൂടുതൽ വൈവിധ്യമാർന്നതും കഴിവുള്ളതുമായ യുദ്ധ വിമാനമാക്കി തേജസ് മാർക്ക് 2വിനെ മാറ്റും. തേജസ് മാർക്ക് 2വിന്റെ പ്രവർത്തന ഫലപ്രാപ്തി ഉറപ്പാക്കുന്നതിനും ഇന്ത്യൻ വ്യോമസേനയുടെ വികസിച്ചുകൊണ്ടിരിക്കുന്ന ആവശ്യകതകൾ നിറവേറ്റുന്നതിനുമുള്ള ഒരു നിർണായക ചുവടുവയ്പ്പാണ് ഇപ്പോൾ ഈ വികസനം. ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്ക് തരിക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.